11 വർഷത്തെ മലയാളിയുടെ സംശയം സോളാർ സമരം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരമായിരുന്നു. ആ സമരത്തിലെ ഒത്തുതീർപ്പാണിന്ന് വലിയൊരു വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയൊക്കെ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ജോൺ ബ്രിട്ടാസ് ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടു എന്നുള്ള ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പഴയ മനോരമയുടെ ബ്യൂറോ ചീഫ്, തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതൊരു ഭയങ്കര കോമഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ? അത് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഈ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ 2013 നടന്ന ഈ ഒരു വിഷയത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. 45,000-ഓളം വരുന്ന LDF-ലുള്ള അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ LDF പാർട്ടി പ്രവർത്തകരെ പ്രത്യക്ഷത്തിലും അതിൽ കൂടുതൽ പേര് പരോക്ഷത്തിലുമായിക്കൊണ്ട് നടത്തിയ ഒരു സമരം എന്നാണ് NDTV വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. NDTV റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 40,000 ഞാൻ കോട്ട് ചെയ്തത്. അതിൽ കൂടുതലുണ്ടെന്നാണ് LDF അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതായത് 50,000-ഓളം പേരെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ NDTV റിപ്പോർട്ട് ചെയ്യുന്ന 45,000-ഓളം പേര് നമ്മളന്ന് അവിടെ കണ്ടാണ്. അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും സ്ഥലമില്ലാതെ സമരം പൊളിഞ്ഞത്. അതെ, 30 മണിക്കൂർ മാത്രം നീണ്ടുന്നൊരു സമരം. ഓക്കെ, 30 മണിക്കൂർ നീണ്ടുന്നപ്പോഴേക്കും ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് CPM കാര്യം മനസ്സിലായി. കാരണം ഇത് കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ അവർ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇനി ഇന്നത്തെ അവസ്ഥയിലേക്ക് വരാം. അതിന് മുന്നേ അന്ന് ആ സമരം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടായി, വളരെ പെട്ടെന്ന്. അതിൻ്റെ ക്ലൈമാക്സ് പാളിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ തന്നെ വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കിയ അവസ്ഥ ഉണ്ടായിരുന്നു. പലരും വിചാരിച്ചത് ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലായിരുന്നു ഈ തോമസ് ഐസക് നിന്നിരുന്നത്. അദ്ദേഹം സമരം നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹമൊക്കെ വളരെ വിഷമിച്ചിട്ടാണ് ഈ ഒരു സമര മുഖത്തുനിന്ന് മാറി പോകുന്നത്. അദ്ദേഹം അതൊരു മീഡിയയിൽ പ്രതികരിക്കേണ്ടായി. പിന്നീട് അവരോട്ട് അദ്ദേഹം പറയണ്ടായി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഈ സമരം പിൻവലിച്ചത്, എന്തിനു വേണ്ടിയാണ് സമരം പിൻവലിച്ചതെന്ന് അറിഞ്ഞില്ല. നമുക്ക് അന്നത്തെ അവസ്ഥയിലേക്ക് ഒന്നും വരാം. കാരണം അന്നത് വരുമ്പോൾ ഈ ഒരു സമരത്തിന്റെ സമയത്ത് പല പ്രവർത്തകരും വിചാരിച്ചെന്താണെന്നറിയോ? ഉമ്മൻചാണ്ടി രാജിവെച്ചു, സമരം തീർന്നു, വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ആഘോഷപൂർവ്വം തുള്ളിക്കളിച്ചു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം അണികളെ നിരാശരാക്കിയ ഒരു സമരമായിരുന്നു. നോക്കൂ, സെക്രട്ടേറിയറ്റ് മൊത്തം വളയാണ്. വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമരം എന്ന് പറഞ്ഞപ്പോൾ ഇവര് കരുതിയത് കൂടിപ്പോയ ഒരു 12 മണിക്കൂറിനകം ഈ സമരം വിജയിക്കും, ഉമ്മൻചാണ്ടി രാജിവെക്കും. പക്ഷെ അന്ന് ഉമ്മൻചാണ്ടി താക്കോലും കൂട്ടി ഉമ്മൻചാണ്ടിയുടെ വഴിക്ക് പോയി എന്നുള്ളത് വേറെ കാര്യം. അതെ, പക്ഷെ അതിന് വേറെ കാര്യം നോക്കേണ്ടത്, ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കേരളത്തിലുള്ള മറ്റുള്ള പാർട്ടി പ്രവർത്തകരെ മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ട് LDF അവിടെ ശരിക്കൊരു കളി കളിക്കായത്. കാരണം അന്ന് ഇപ്പം ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ അന്നുണ്ടായ വിഷയം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും പറഞ്ഞു. 45,000-ഓളം പേര് അവിടെ പ്രത്യക്ഷമായിക്കൊണ്ട് സമരത്തിൽ ഇടപെടുന്നു. അതിൽ കൂടുതൽ ആളുകൾ പരോക്ഷമായിക്കൊണ്ട് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ നേതാക്കന്മാർ പോലും അറിയാത്ത രീതിയിൽ ഒരു ഇത് നടന്നു. എന്നിട്ടിത് തോമസ് ഐസക് അടക്കം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോലും സമരം വിളിച്ചറിഞ്ഞില്ല. അന്ന് അവിടെ ചെയ്തെന്താ, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വെച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റ് വെച്ചുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇത് മാത്രമാണ് അന്നവിടെ നടന്നത്. അന്നത്തെ ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ജോൺ മുണ്ടക്കയം പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നെ ജോൺ ബ്രിട്ടാസ് വിളിച്ചു, ഫോൺ വിളിച്ച് നമുക്ക് ഈ സമരം അവസാനിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു എന്നാണ്. ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ഈ 2011 ഈ വിഷയം നടക്കുമ്പോൾ അദ്ദേഹം വെറും കൈരളി ചാനലിൻ്റെ വെറും MD ആണ്, ഒരു മാധ്യമപ്രവർത്തകൻ. ശരി, അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്, അത് എനിക്കൊക്കെ അറിയാം, പണ്ട് പോലെ എല്ലാവർക്കും അറിയാം. കൈരളി ചാനൽ എന്നുള്ളത് ഒരു പാർട്ടിയുടെ മാത്രമാണെന്നുള്ളതും അതിൽ ഇലക്ഷൻ, അതായത് കേരളത്തിലെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം റിസൾട്ടുകൾ കാണിക്കും, അല്ലാത്ത സ്ഥലത്തുള്ള ഇലക്ഷൻ വരുമ്പോൾ വലിയ സിനിമ ഓടിക്കാനുള്ള ഒരു ചാനലാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് പാർട്ടിയുടെ മാത്രം ചാനലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ചാനലാണത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണെന്ന് അറിയാം. പക്ഷേ ഒരു പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരു സാധാരണ ഒരു ചാനൽ നടത്തുന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഒരു മീഡിയ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയാണോ ഇത് തീരുമാനിക്കേണ്ടത്? ശരി, അദ്ദേഹം ഇതിനെ ഇന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അന്നൊന്നും ചെയ്തിട്ടില്ല, എന്നെ തിരുവഞ്ചൂർ ഇങ്ങോട്ടാണ് വിളിച്ചത്, ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ്സുകാരനാണ്. ചെറിയാൻ ഫിലിപ്പ് 91 മുതൽ അദ്ദേഹം 2001 വരെ കോൺഗ്രസ്സുകാരനായിരുന്നു. 2001 അദ്ദേഹം തിരിച്ച് LDF അനുഭാവിയായിട്ട് വളർത്തിയതിനു ശേഷം 2001 മുതൽ 2021 വരെയുള്ള കാലഘട്ടം അദ്ദേഹം LDF അനുഭാവിയായിട്ട് പോകുമായിരുന്നു. കൈരളി ചാനൽ പ്രോഗ്രാം ചെയ്യുന്നതാണ്. ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നുള്ള പ്രോഗ്രാം ചെയ്യുന്ന ആ സമയത്ത്. അപ്പോൾ അദ്ദേഹം ലെഫ്റ്റിസ്റ്റ് അനുഭാവിയാണെന്ന ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസിന് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു, അതായത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിച്ചു. എന്നിട്ട് തിരുവഞ്ചൂർ എനിക്ക് താങ്കളൊന്ന് കാണണമെന്ന് ജോൺ ബ്രിട്ടാസിനോട് അവകാശപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ മറുപടി എന്താ, ഞാൻ താങ്കളെ കാണാം, താങ്കൾ ആഭ്യന്തരമന്ത്രിയാണല്ലോ, ഞാൻ അങ്ങേ കാണാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറയാൻ ഇദ്ദേഹം ആരാണ്? ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് വെറൊരു മാധ്യമപ്രവർത്തകൻ, ഒരു CPM പ്രവർത്തകനാണ്. അല്ലാതെ അദ്ദേഹം ഈ പറഞ്ഞ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ? അല്ല, അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് ബാക്കി കേരളത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ്. അന്ന് തോമസ് ഐസക് ലൈംലൈറ്റിൽ നിന്ന് സമരങ്ങൾ നടത്തുന്ന നേതാവാണ്. അന്നും ഈ പറഞ്ഞ VS മുൻനിരയിൽ നിന്ന് കാര്യങ്ങൾ നടത്തുന്നുണ്ട്.
ഇതത്രയും പേര് നേതാക്കന്മാരുണ്ടായിട്ട് അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിനെ കൂട്ടിക്കൊണ്ട് തിരുവഞ്ചൂരിനെ കാണാൻ പോയെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം നടന്ന പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാന്ന് തന്നെ ഇരിക്കട്ടെ. ജോൺ മുട്ടാസ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ചെറിയാൻ ഫിലിപ്പിനെ കൂട്ടിക്കൊണ്ട് തിരുവഞ്ചൂരിനെ കാണാൻ പോയി. ഹൂ ഈസ് ദ ഹെൽ ദിസ് പേഴ്സൺ ടു സീ ദ ലൈക്ക് നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ കാണാൻ? അദ്ദേഹം മാധ്യമപ്രവർത്തകനാണെങ്കിൽ മാധ്യമപ്രവർത്തന രീതിയിൽ കാണണം. ഒരു ഇത്രയും പേരെ 45,000 പേരോടെ വഴിയിൽ തെരുവിൽ കിടന്ന് സമരം വിളിച്ച് നടക്കുന്ന ആൾക്കാരെ ചതിക്കാനും വഞ്ചിക്കാനും കൂട്ടുനിൽക്കാൻ പോകാൻ ഇയാൾ ആരാണ്? ഇയാളെ ആര് ചുമതലപ്പെടുത്തി? ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനാണോ ചുമതലപ്പെടുത്തി? ഓക്കെ, ഇന്ന് അദ്ദേഹം എം പി ആണ്, CPM-ന്റെ അനുഭാവിയായിട്ടുള്ള എം പി ആണ് അദ്ദേഹം. CPM നിർത്തിയിട്ടുള്ള എം പി ആണ്. ഹി ഹാസ് ഓൾ ദ റൈറ്റ്സ് ടു ഗോ. ഇന്ന് അദ്ദേഹത്തിന് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട്. അന്ന് അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ്. അന്ന് കൈരളി ചാനലിൻ്റെ MD മാത്രമാണ്, ഒരു മാധ്യമ പ്രവർത്തനത്തിന് ഒരു മാധ്യമ ചാനലിൻ്റെ MD മാത്രമാണ് അദ്ദേഹം. അന്നൊരു CPM-ന്റെ ഒരു ചുമതല അദ്ദേഹത്തിനില്ല. സോ ഹൂ ഇസ് ദ പേഴ്സൺ ടു ഗോ ഫോർ ദിസ്? ആരാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്? അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നുള്ള പിണറായി വിജയനാണോ? അന്നും പിണറായി വിജയൻ്റെ വലം കൈയാണല്ലോ അദ്ദേഹം. പിണറായി വിജയനാണെങ്കിൽ അതിന് പിണറായി വിജയൻ ഉത്തരം കൊടുക്കണം. ഇന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ അതിന് ഉത്തരം കൊടുത്തേ മതിയാവും. അന്ന് പിണറായി വിജയനാണോ ഈ ജോൺ മുട്ടാസിനെ ഏൽപ്പിച്ചത്? 2, ഇദ്ദേഹം തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുണ്ടായി, ഞാൻ അന്ന് ചെറിയാൻ ഫിലിപ്പിനെ കൂടെ പോയി തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ജോൺ മുണ്ടക്കയം പറയുന്നത് വേറെ രീതിയിലാണ്. കാരണം ഇദ്ദേഹം വിളിച്ചിരുന്നു. ഇദ്ദേഹം വിളിച്ചതിൻ്റെ അനുഭവത്തിൽ ഇദ്ദേഹം തിരുവഞ്ചൂരിനെ വിളിച്ചു. തിരുവഞ്ചൂരിനെ അല്ല, അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി തിരുവഞ്ചൂരിനെ വിളിക്കാൻ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയായിട്ട് സംസാരിച്ചു പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ ഇതൊക്കെ നോക്കി നോക്കൂ. ഒരു സോളാർ സമരം എന്ന് പറഞ്ഞ ഒരു സ്കാം, അതും ജുഡീഷ്യൽ റിപ്പോർട്ട് പ്രകാരം അത് ഉമ്മൻചാണ്ടിക്ക് എഗെയിൻസ്റ്റ് അല്ല എന്നുള്ളത് തെളിഞ്ഞു. പിന്നീട് അതുപോട്ടെ, അതിലേക്ക് നമുക്ക് വരാം. ആ വിഷയത്തിലേക്ക് വരുന്നതിനേക്കാൾ മുന്നേ ഒരു സ്കാം കൊണ്ടുവന്നപ്പോൾ ഉമ്മൻചാണ്ടി അതിലും വലിയ എടുക്കാൻ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇത് വേഗം ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കട്ടെ എന്ന്. കുഞ്ഞാലിക്കുട്ടിയാണോ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നത്? കുഞ്ഞാലിക്കുട്ടിയാണോ അന്നത്തെ ആഭ്യന്തരമന്ത്രി? അല്ല, കുഞ്ഞാലിക്കുട്ടിയെ അറിയിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കുഞ്ഞാലിക്കുട്ടിയെ അറിയിക്കണമെന്ന്. എന്നതിന് ശേഷമാണ് തിരുവഞ്ചൂരിനെ അറിയിക്കാൻ പറയുന്നത്. അതായത് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിനെക്കാട്ടിലും വലിയ സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാതെ പറഞ്ഞിരിക്കുക UDF. അത് നമ്മളിതിൽ കാണാതെ പോരുത്. കുഞ്ഞാലിക്കുട്ടിക്ക് അവിടെ എന്തായാലും സ്ഥാനം അത് പറഞ്ഞിട്ടുള്ളത് ജോൺ മുട്ടാസാണ്. അതെ, ജോൺ മുട്ടാസ് കുഞ്ഞാലിക്കുട്ടിയെ ഇടപെടുത്തണമെന്നു. അപ്പോൾ CPM-നും UDF-നും LDF-നും ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു വിഭാഗത്തെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവിടെ പറയാണ്. പറയാതെ പറയണം അവിടെ. അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വായിക്കേണ്ടതാണ്. റീഡ് ത്രൂ ദ ലൈൻസ് ആണത്. നമ്മൾ അക്രോസ് ദ ലൈൻസ് വായിക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, ഇത് ശേഷം ജോൺ മുണ്ടക്കയം പറയുന്നുണ്ട്. ഇതിന് ശേഷം ഈ തിരുവഞ്ചൂർ ഇടപെട്ടതിന് ശേഷമാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോയി. തിരുവഞ്ചൂർ ജോൺ മുട്ടാസുമായി സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. ആ ആദ്യത്തെ ഭാഗം ജോൺ മുണ്ടക്കയം പറഞ്ഞ് കട്ട് ചെയ്താൽ ബാക്കി ജോൺ മുട്ടാസ് സമ്മതിക്കുന്നുണ്ട്. എന്നെ തിരുവഞ്ചൂർ തിരിച്ചു വിളിച്ചു, ചെറിയാൻ ഫിലിപ്പായിട്ട് ഞാൻ പോയി കണ്ടിരുന്നു, തിരുവഞ്ചൂരിനെ കണ്ടു, അങ്ങനെയാണ് സമരം ഒത്തുതീർപ്പായെന്ന്. അപ്പോൾ സമരം ഒത്തുതീർപ്പാക്കാൻ നടക്കേണ്ട ഒരു ചുമതല ജോൺ മുട്ടാസിന് ആരാണ് നൽകിയത്? അതെ, കൈരളി TVക്കാണോ സമരം? ഒരു മാധ്യമ സ്ഥാപനത്തിൽ വെറും MD ആയിട്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹം വെറും MD എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഒരു ചാനലിൻ്റെ MD ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ആ ചാനൽ നോക്കാനാണ്, അല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അന്നേ ഇറങ്ങണ്ടായിരുന്നു. അതല്ല അന്ന് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം CPM-ന്റെ പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അന്ന് 45,000 പേര് അവിടെ തെരുവിൽ കിടക്കുന്നുണ്ട്. അണികൾ വളരെയേറെ നിരാശരായിരുന്നു. ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. പിന്നല്ലാതെ ഇന്ന് ഇപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നപ്പോ അണികളെ പറ്റിക്കല്ലേ CPM ഒച്ചയ്ക്ക്. ഇത് മാത്രമല്ല, ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമാണ് നടത്തേണ്ടത് എന്നുള്ള ഒരു സാധനമാണ് പുറത്തേക്ക് വന്നത്. അതപ്പോൾ തന്നെ ആ പത്രസമ്മേളനമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പേ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു പക്ഷേ പത്രസമ്മേളനം നടത്തി പറയണം എന്നൊരു ആവശ്യമാണ്. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു ആരോപണം അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരൻ വാദമായിട്ട് ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം 2012 മെയ് 4-ാം തീയതിയാണ് TP ചന്ദ്രശേഖരൻ ഇതിൽ ചർച്ച ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൽ ഒരു സമവായ ചർച്ചകൾ നടന്നു എന്നുള്ളത് ഏതാണ്ടൊക്കെ ശരിവെക്കുമ്പോൾ ഇതിൽ വരുന്നത് ഈ ജുഡീഷ്യൽ അന്വേഷണം മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ആണോ? നമ്മൾ പുറത്തേക്ക് വരുന്നത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ളതാണോ ഈ ഒരു ആദ്യത്തെ? തീർച്ചയായിട്ടും ലൈം ലൈറ്റിലുള്ള ഇദ്ദേഹത്തിന് ഇത്രയും ജോൺ മുണ്ടക്കയം ഇത്രയും അറിയുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2012 മെയ് 4-ാം തീയതി ആണ് TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊണ്ട് CPM-ന്റെ കൊലയാളികൾ തന്നെ കൊന്നത്. അന്ന് അവർ ചെയ്ത പണി എന്താ? മാഷ അല്ല എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആ കുറ്റം ഒരു ഭീകരവാദ സംഘടനയുടെ ആണെന്ന രീതിയിൽ കാണിച്ചു കൂട്ടാൻ വേണ്ടി അവർ ചെയ്തു. അതായത് മത തീവ്രവാദം എന്നുള്ള രീതിയിലാണ് അത് കാണിച്ചു കൂട്ടാൻ അവർ ചെയ്തത്. അതായത് ഇന്ന് CPM പറയുന്നതിനൊക്കെ എഗെയിൻസ്റ്റാണ് അവർ ചെയ്തത്. കാരണം അവർ തന്നെ പറയുന്നത് ഇവിടെ മത തീവ്രവാദം ചെയ്യുന്നത് BJP ആണ്, മറ്റുള്ള പാർട്ടികളാണ്, RSS ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്ത ഒരു കുറ്റത്തിനെ
കാണിക്കാൻ വേണ്ടി മാഷാലിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പോയിട്ട് 2014 മെയ്യിൽ ഈ പറഞ്ഞ സംഭവം ചെയ്തിട്ട് അതിന് ഒരു വർഷം കഴിഞ്ഞ് നടന്ന സോളാർ സമരത്തിൽ ഇതിനെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് അവർ ആ സമരം ഒട്ടിമറിച്ചത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോയത് ആ കാര്യം 2012 മെയ് 4 നടന്ന ടി.പി. ചന്ദ്രശേഖരൻ്റെ വധത്തിനെ ഉറപ്പായിട്ടും നോർമലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കൊലയിൽ വരുന്ന CPM-ന് അഗെയിൻസ്റ്റ് വരുന്ന അമ്പുകളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഈ സമരത്തെ ഒത്തുതീർപ്പാക്കുക ചെയ്തത്. അതിൽ അണികൾക്ക് നിരാശ കൊണ്ട് ഒരു കാര്യമില്ല. എന്ന് ഈ CPM-നെ അണികൾ അടിച്ചു പുറത്താക്കുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ CPM എന്ന പ്രസ്ഥാനത്തെ ഇപ്പോൾ അവിടുത്തെ പ്രവർത്തകർ ചൂലെടുത്ത് അടിച്ച് ഓടിക്കുന്ന പോലെ കേരളത്തിലും അടിച്ചു ഓടിക്കാൻ അധികം താമസം വേണ്ട. ഇങ്ങനെയുള്ള ഓരോ നെറുകേടുകളും CPM കാണിച്ച ഓരോ നെറുകേടുകളും ഇനി പുറത്തു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കാലം എന്നും സത്യത്തെ തെളിയിച്ചിട്ടേ ഉള്ളൂ. സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. സത്യം പുറത്തു വന്നിരുമ്പോൾ അയ്യോ അത് ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തുകൊണ്ട് ജോൺ ബ്രിട്ടാസിനെ പോലെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തനാണെന്നൊക്കെ കൊണ്ടിപ്പോൾ ന്യായീകരിക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തനം 45,000 പേര് വെയിൽ കൊണ്ട് നിൽക്കുന്ന ആ സമരത്തെ താങ്കൾ ചതിക്കില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഇത്തരം കള്ളക്കളികൾ കളിക്കില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഇദ്ദേഹം ഒരു MP ആവാൻ വേണ്ടി അന്നേ കളിച്ചതാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് അന്നേ അദ്ദേഹം കളിച്ചാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടത് സാധാരണത്തെ പാർട്ടി പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാനും പാർട്ടി പ്രവർത്തകരെ ചതിക്കാനും അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ അങ്ങ് വഞ്ചിക്കുക കൂടിയാണ് CPM ചെയ്തിരിക്കുന്നത്. യാതൊരു തർക്കമില്ല. മുന്നോട്ട് പോകുന്തോറും കേരളത്തിലെ ജനങ്ങൾ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അണികളായിട്ടുള്ള ആളുകളിനെ ഇവരെ ചൂലെടുത്ത് ഓടിക്കുന്നത് യാതൊരു തർക്കമില്ല. ഓക്കെ, 11 വർഷത്തെ മലയാളികളുടെ സംശയമായിരുന്നു എങ്ങനെ തീർന്നു എന്നുള്ളത്. സോളാർ സമരം, സെക്രട്ടേറിയറ്റ് വളഞ്ഞ സോളാർ സമരം. എന്തായാലും ഇനിയും വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. ഇനിയും ഈ വിവാദം കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.